നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. FC ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള നിർണായകമായ പോരാട്ടം ആരംഭിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് 11 ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഗോൾ കീപ്പറായിട്ട് കമാൽജിത്ത് വരുന്നു. സച്ചിൻ കളിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. സോ കമാൽജിത്താണ് ഗോൾ കീപ്പറായിട്ടുള്ളത്. അതേസമയം ഡിഫൻസ് ആണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ ബികാഷ് ഉമ്നം കളിക്കുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ബികാഷ് ഏതായാലും ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുണ്ട്. എന്നാൽ പ്ലേയിങ് 11 ഡ്യൂസൻ ലഗാത്തോറും മിലോസ് ഡ്രിൻചിച്ചുമാണ് സെന്റർ ബാക്കുമാരുടെ റോളിലുള്ളത്. എന്തായാലും മുന്നേറ്റത്തിലാണെങ്കിൽ നോക്കുക, ഹീസസ് ഹ്യൂമനസിനോടൊപ്പം അഡ്രിയാൻ ലൂണയായിരിക്കും സപ്പോർട്ടുമായിട്ട് ഉണ്ടാവുക. അപ്പോൾ മാറ്റമുള്ളൊരു 11 കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് 11ലേക്ക് പോവാം. ഗോൾ കീപ്പറായിട്ട് കമാൽജീത്ത്, പിന്നെ ഡ്യൂസൻ ലഗാത്തോർ, മിലോസ് ഡ്രിൻചിച്ച്, നവോച്ച, ഐബൻ, ഡാനിഷ്, വിപിൻ, ലൂണ, കോറു, അമാവിയ, ഹീസസ് ഹേമിനസ്. ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് 11. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുള്ളത് നോറ, സന്ദീപ്, സഹീഫ്, ബികാഷ്, ഫ്രെഡി, അസർ, ഐമൻ, പെപ്ര, ഇഷാൻ എന്നിവരാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രോബബിൾ ഫോർമേഷൻ എന്ന് പറയാവുന്നത് ഇങ്ങനെയാണ്. കമാൽജിത്ത് ഗോൾ കീപ്പറായിട്ട്, അതുപോലെ ഡിഫൻസിൽ ഐബണും ലഗാത്തോറും മിലോസും നവോച്ചയും, മധുനിരയിൽ കോറുവും വിപിനും ഡാനിഷും അമാവിയയും, മുന്നേറ്റത്തിൽ ഹീസസും ലൂണയും. ഒരു 4-4-2 ഫോർമേഷൻ വേണമെങ്കിൽ വിളിക്കാം. പിന്നെ കളിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം. സോ ദിസ് ഈസ് ദി 11 ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് മാറ്റങ്ങളോടെ ഇറങ്ങുമ്പോൾ വിജയം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.